ഹലോ, നല്ല മഴ, നല്ല കാറ്റ്, നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ, വിട്ടുള്ള മഴ. അപ്പോൾ ചുറ്റോട് ചുറ്റും വെള്ളം നിൽക്കുന്ന സമയത്ത് നമ്മളൊരു സൂപ്പർ വാട്ടർഫോൾസ് കണ്ടാലോ. ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഈ വാട്ടർഫോൾസ്. ഇത് എവിടെയെന്ന് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. സൂപ്പർ വെള്ളച്ചാട്ടം കാണാൻ പോയത് കേട്ടോ. നമ്മൾ പെരുമഴത്ത് വെള്ളച്ചാട്ടം കാണാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും, കോടമഞ്ഞും എല്ലാം കൂടി വണ്ടിക്ക് പോകാൻ തന്നെ കണ്ണ് കാണാത്തൊരു സമയം. എന്നാലും വാട്ടർഫോൾസ് കാണുമ്പോൾ ഭയങ്കര രസം, അടിപൊളി വ്യൂ ആണ്. പല കാര്യങ്ങളുണ്ട്. നമ്മളിത് പോണ സ്ഥലത്ത് ഞാൻ വീഡിയോയിൽ പറയണേ. നിങ്ങൾക്ക് ഈ വാട്ടർഫോൾസ് ഇഷ്ടപ്പെട്ട ഇതുപോലെ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഉള്ളോട്ട് പോകുമ്പോൾ അപ്പം നമ്മൾ ഫുൾ വീഡിയോ കൊണ്ടിട്ടാണ് ഈ വന്നിട്ടുള്ളത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട പറയണേ, ലൈക്കും സബും തരാൻ മറക്കല്ലേ. ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് തുഷാരഗിരി വാട്ടർഫാൾസ് കാണാൻ പോകണം. നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. നമ്മളിന്ന് തുഷാരഗിരി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് വഴിയിലൊക്കെ നല്ല കോടമഞ്ഞാണ്, അടിപൊളി കോടമഞ്ഞുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. റോഡും സൈഡ് ഭാഗങ്ങളൊക്കെ കാണാൻ. ചെറുതായിട്ടൊരു മഴയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കോടമഞ്ഞും മഴയും കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സുഖം രസം വേറെ തന്നെ അല്ലേ. ഇങ്ങനെ നമ്മളിന്ന് അങ്ങോട്ട് പോണ വഴിയിലാണ് കേട്ടോ. അങ്ങനെയുള്ള എൻജോയ്മെൻറ്റ് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ഇടയിലൊക്കെ കണ്ട ആകാശം നീലിമയല്ല, കാർമേഘങ്ങളൊക്കെ മൂടി കിടക്കണേ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോണ ഒരു ത്രില്ലിൽ നമ്മൾ വയനാട് വഴി വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോണത് കേട്ടോ. തുഷാരഗിരി വാട്ടർഫോൾസും കൂടി കണ്ടിട്ട് തിരിച്ച് വരാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് തിരിച്ചതാണ്. അപ്പം നമ്മൾ അതിനിടയിൽ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് ഇതിനിടയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോണ വഴിയിൽ നമ്മൾ മുമ്പൊരിക്കൽ ഞാൻ ഇങ്ങനെ വാട്ടർഫോൾസ് കാണാൻ പോയിട്ടുണ്ട്. അന്ന് ഞാൻ മുഴുവനായിട്ടും കണ്ടിട്ടില്ല. പകുതിക്കലേറ്റം പോയിട്ട് അവിടുന്ന് തിരിച്ച് പോന്നിട്ടേ ഉള്ളൂ. പുറത്ത് നിന്നിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് വാട്ടർഫോൾസ് കണ്ടിട്ടേ ഉള്ളൂ. വാട്ടർഫോൾസിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഡീറ്റെയിലായി കാണാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ പോയി കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല, അതിനുള്ളിലോട്ടൊന്നും കാണാനില്ല എന്ന് വിചാരിക്കട്ടെ. നമ്മളവിടെ പോകുമ്പോഴാണ് നമ്മൾ അവിടുന്ന് 40 രൂപക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് കയറിപ്പോയെങ്കിൽ വാട്ടർഫാൾസ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അവിടെ വാട്ടർഫാൾസ് കാണാനുള്ള ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അങ്ങോട്ടങ്ങനെ നടന്ന് പോണിടയിൽ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നല്ല ഈ മരുന്നിൻ്റെ മരങ്ങളൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് എല്ലായിടത്തും എല്ലാ മരത്തിൻ്റെ പേരും എഴുതി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകണം. കുറേ അങ്ങോട്ട് നടന്ന് പോകണം. ഇഷ്ടംപോലെ ആണ് നടന്ന് കയറാണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ക്ഷീണിച്ച നേരമാണ്, എന്നാലും കൂടിയിട്ട് കാണാമെന്നുള്ളൊരു ഇൻട്രസ്റ്റിൽ ഞങ്ങൾ കുറേ നടന്ന് കയറിപ്പോയി. ഇതൊക്കെ ഉണ്ട്. ഓരോ മരത്തുമേലും എഴുതിയിരിക്കണേ ആ മരത്തിൻ്റെ പേരും അതിൻ്റെ വയസ്സും അത് എത്ര കാലമായി അവിടെ വെച്ചിട്ട് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വനം വകുപ്പിൻ്റെ ബോർഡൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് വന്നപ്പോൾ ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. അപ്പുറത്ത് റോഡിൽ വണ്ടി ടൂറിസ്റ്റ് വേണ്ട മൊത്തത്തിൽ ടൂറായിട്ട് പോയതായിരുന്നു. അപ്പോൾ റോട്ടിൽ സൈഡാക്കിയിട്ട് അവിടുന്ന് കുറച്ച് സമയം മാത്രം നമ്മൾ പിന്നെ വാട്ടർഫാൾസ് കണ്ടിട്ടുള്ളായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഉള്ളിലോട്ടൊക്കെ പോയത്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കണേ. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ നടന്ന് താഴോട്ട് ഉള്ളിലോട്ടൊക്കെ പോയി. അപ്പോൾ ഇഷ്ടംപോലെ ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ അവിടുന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് പോവാനേ. അങ്ങനെ നമ്മളവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ ടിക്കറ്റൊക്കെ കയറി നമ്മളത് ഉള്ളിലോട്ട് അങ്ങനെ കയറി പോവാണ്. ഇഷ്ടംപോലെ കണ്ട് നടന്ന് പോവാണ്ട്. ഇതാ ഞങ്ങൾ അങ്ങോട്ട് നടന്നെത്തിയപ്പോൾ തന്നെ ആ താഴെ എത്തിയപ്പോഴേക്കിന് വാട്ടർഫാൾസ് ചെറുതായിട്ട് ഇങ്ങനെ കണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ഒരരിഭാഗം കണ്ടിട്ടുള്ളൂ. പക്ഷെ അടുത്തുനിന്ന് കാണായത് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി കയ്യിലൊക്കെ ഡ്രസ്സൊക്കെ പിടിച്ച് വന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കൊക്കെ ചെയ്യാം.
കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് തല നനച്ചുള്ള തണുത്ത വെള്ളത്തിൽ ഈസി ആയിട്ട് കുളിച്ചിട്ടൊക്കെ പോരട്ടാ. നമ്മൾ പിന്നെ നനക്കാനൊന്നും പോയില്ല. ഞങ്ങൾ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ലായിരുന്നു, യാത്രേൻ്റെ ഇടയിൽ കയറിയതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് പോവാന്നുള്ള ആ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളായിട്ട് കയറിയതാണ്. ഇതാ നോക്കിയാൽ ഇവിടെ താഴത്തെ വെള്ളട്ടോ, ഇവിടെ നിന്ന് കുളിക്കാൻ നല്ല സുഖം ഉണ്ടാവും. നിങ്ങളിങ്ങനെ തുഷാരഗിരി വാട്ടർഫാൾസ് കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ ഡ്രസ്സൊക്കെ കരുതിക്കൊണ്ടിട്ടാ. അപ്പോഴാണ് നമുക്ക് ഇവിടെ കുളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു നിക്കറൊക്കെ ഉണ്ടായാൽ അവരെ നമുക്ക് ഇഷ്ടം പോലെ കുളിപ്പിച്ച് അവരെ സന്തോഷത്തിൽ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ അവർക്ക് ഇഷ്ടത്തിൽ കുളിപ്പിച്ചൊക്കെ കൊടുക്കുക. പിന്നെ നമുക്കും നിൽക്കൊക്കെ ചെയ്യാൻ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ കയറി പോകും. ഇഷ്ടം പോലെ നടന്നൊരു കയറ്റം പോലെ കയറി പോവാണ്ടിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് നടന്ന് മടുത്തക്കണ കുറേ നടക്കാണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഇഷ്ടംപോലെ കാണാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പോകണ്ടില്ലേന്ന് പറഞ്ഞ്. എന്നാലും ഞങ്ങൾ നടന്ന് അങ്ങനെ പോയി ഒരു മുളങ്കാടും മുളങ്കൂടും വലിയ മുളൻ്റെ കയറി എല്ലാം കൂടി കണ്ട് കയറി നല്ല കയറ്റാട്ടോ. അങ്ങനെ കയറി അങ്ങനെ പോയപ്പോഴാണ് സംഭവം സൂപ്പറാണ്. നടന്ന് കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് വാട്ടർഫാൾസിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് വാട്ടർഫാൾസ് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞു വന്നിട്ടാ. ഇതാ നോക്കിയേ, അടിപൊളി വാട്ടർഫാൾസ്. നല്ല ഹൈറ്റ് നിന്നാണ് വെള്ളം വരുന്നത്. ഞങ്ങൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല അടുത്തുനിന്ന് കാണാൻ പറ്റും. അവിടെ കമ്പി വേലി പോലെ കെട്ടിയിട്ട് മുളയല്ല, പിന്നെ നമ്മളെ വാർപ്പിൽ ചെയ്തതാണ്. കെട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് വീഴുന്നതിനൊക്കെ ഉള്ള നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത് കേട്ടാ. അങ്ങോട്ട് നോക്കിയേ, അതങ്ങനെ കണ്ട് ആസ്വദിച്ചോണ്ട് നിൽക്കണ നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പുറത്ത് പോയ ഒന്നും കൂടി അടുത്തുനിന്ന് കാണാൻ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പോകേണ്ടത്. വലിയൊരു പുഴയാണ് ഇതിങ്ങനെ ഒലിച്ച് ചെന്നിട്ട് താഴേക്ക് വലിയൊരു പുഴയായിട്ടാണ് പോകേണ്ടിട്ട്. അവിടെ കണ്ടാലും ചെറുതായിട്ട് ഇതാ വാട്ടർഫാൾസ് തന്നെയാണ് തോന്നി. ഇവിടെയല്ല, ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ അപ്പുറത്ത് നിന്ന് ഇനി കാണിച്ചു തരാം. ഇതേ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ വെള്ളം കണ്ട് ശക്തിയിൽ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഒഴുകി പോകണേ. താഴെ നോക്കിയാൽ നല്ലൊരു നദി പോലെയാണ് കാണുന്നത്, പുഴ പോലെയാണ് കാണുന്നത്. കുറച്ചും കൂടെ ഒക്കെ അടുത്ത് നിന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അപ്പുറത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ലോണം അടുത്ത് നിന്ന് കാണാം. ഇങ്ങനെ കുറേ സമയം നമ്മൾ ആ വാട്ടർഫാൾസ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ടാ. ഇതിലും വലിയൊരു രസം ഇവിടെ ഉണ്ട്. ഒരു വലിയൊരു മുത്തശ്ശി മരം ഉണ്ട് കേട്ടാ. മുത്തശ്ശി മരം എന്ന് പറഞ്ഞാൽ താന്നി മുത്തശ്ശി എന്നാണ് ഇവരതിന് പറയണത്. അതും കാണാൻ നമുക്ക് അങ്ങോട്ട് പോവാം. അതേ നോക്കിയേ, വാട്ടർഫാൾസ് ഇവിടെ നമ്മൾ നല്ലോണം കാണുന്നുണ്ട്. നോക്കിയ ഇതിലെങ്ങനെ ഒഴുകിയിട്ട് അങ്ങോട്ട് ആ പുഴയിലോട്ട് അങ്ങനെ ചേർന്ന് പോവണത്. ഇഷ്ടംപോലെ ഫോറസ്റ്റ് ആട്ടോ. എല്ലാ ടൈപ്പ് വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതിനൊക്കെ അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോണത് അറിയാം? നമ്മൾ പോണത് ആ താന്നി മുത്തശ്ശി അറിഞ്ഞില്ലേ, അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ യാത്ര. അതൊരു പാലത്തിൻ്റെ മേലെ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു പാലാണ്, ആ പാലം കടന്നിട്ട് വേണം നമ്മൾ പോകേണ്ടത്. ഇതൊരു തൂക്കുപാലം പോലെ ഒരു പാലാണ്. ആ പാലം കടന്നുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അടിയിൽ കൂടിയാണ് ഈ പുഴ ഒഴുകി പോണത്. ആ വാട്ടർഫാൾസിൻ്റെ അന്ന് വെള്ളം വന്നിട്ട് ഈ പുഴവെള്ളം ഇങ്ങനെ ഒഴുകി ആ നദിയിലോട്ട് പോവണേ. എല്ലാം കൂടി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ തുഷാരഗിരി വാട്ടർഫാൾസ് പറഞ്ഞപ്പോൾ ഇത്ര ഒരു ഭംഗിയുള്ള സ്ഥലമാണ്, ഇങ്ങനെ കാണാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലമാണെന്നൊന്നും ഞാൻ അപ്പം വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു വാട്ടർഫാൾസ് ചെറുതായിട്ടേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് വന്നപ്പോഴല്ല അതിൻ്റെ കഥ അറിയാൻ. നല്ല ഉഷാറായിട്ടല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചെറുതായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു വാട്ടർഫാൾസിൻ്റെ. അത് നിങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് വിചാരിക്കണം, എൻ്റെ വീഡിയോയിലുണ്ട്. നിങ്ങളതും പോയി കാണുന്ന ചെറുതായിട്ടാണ്. ഇപ്പം നമ്മൾ ഈ തൂക്കപാലത്തുമ്പോൾ കൂടെ നമ്മൾ അക്കരക്ക് കയറണം കേട്ടോ. നോക്കിയ തൂക്കപാലത്തിൻ്റെ താഴെയാണ് ഈ വെള്ളങ്ങളൊക്കെ പോണത്. അതൊരു ചെറുതായിട്ടൊരു തൂക്കുപാലം, അതിന് മാത്രം നീളത്തിലൊന്നുമില്ല, കുറച്ച് ഹൈറ്റിൽ ആ പുഴൻ്റെ മേലേക്ക് ഇങ്ങോട്ട് പൊക്കിയിട്ടാണ് ഈ തൂക്കുപാലം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അക്കരമലോട്ട് പോവുകയാണ് തൂക്കുപാലത്തിൻ്റെ. ഈ പാലത്തിലൂടെ ഇനിയും കുറേ നടക്കാണ്ടിട്ട് താന്നി മുത്തശ്ശിൻ്റെ അടുത്തേക്ക്
കുറച്ചൊക്കെ നമ്മൾ ഈ കാഴ്ചകളും കണ്ടിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്പീഡ് കുറവ്. അതാ നോക്കി അവിടെ നിന്നൊക്കെ ആ വാട്ടർഫോൾസ് വേറെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് പോണത്. എങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ട് പോയി. ഇതാ ഈ വാട്ടർഫോൾസ് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ടാണ് വീണ്ടും പോണത്. എങ്ങനെ മേലോട്ടാണ് പോണത്. കുറച്ചങ്ങോട്ട് പോണത് കാട് പോലെയുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ കാടാണ് വെച്ചിട്ട് പേടിയാവുന്നില്ല. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾ കൊഞ്ചി കൊയ്യാൻ വന്നവരുണ്ട് കേട്ടോ. അവിടെ കുറേ ഉണ്ട്. അവിടെ മക്കളൊക്കെ കോളേജിൽ നിന്ന് വന്നതാ തോന്നുന്നു. കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി ഉണ്ട്. പിന്നെ മുളംകൂടും ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ കുട്ടികൾ ഇങ്ങനെ നടക്കുന്നു. അതൊക്കെ പിന്നെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്നല്ല, കോളേജിൽ നിന്നൊക്കെ വന്ന വലിയ വലിയ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കാടിനുള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡായി പോകുന്നുണ്ട്. ഇതാണ് മക്കളെ താന്നി മുത്തശ്ശി. അപ്പം നമ്മൾ താന്നി മുത്തശ്ശിൻ്റെ അവിടെ എത്തിയിട്ടാണ്. വലിയൊരു മരമാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടാൾ പിടിച്ച് രണ്ടാളെ കൈ കൂട്ടി പിടിച്ചാലൊന്നും അതിനങ്ങോട്ട് എത്തൂല. അപ്പം നമ്മൾ ആ താന്നി മുത്തശ്ശിൻ്റെ അവിടേക്ക് ഇറങ്ങി പോവണേ. വലിയ വലിയ ഹോൾസാണ് കേട്ടോ അതിൻ്റെ അടിയിൽ. ആ മരത്തിൻ്റെ അടിയിൽ വലിയ വലിയ ഹോൾസാണ് ഞാൻ കാണിച്ചത്. അതാ ആ ഹോൾസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറിക്കതാ അവിടെ ഞങ്ങൾ കയറി നിന്നതാണ്. അതവിടെ അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അത് മൂപ്പര് കൊണ്ടുവന്ന് കാണിച്ച് തന്നതാണ് നമുക്കവിടെ. അപ്പം ആ മരത്തിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ വലിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് നോക്കിയാൽ മേലം വരെ കാണാം. മേലെ ആകാശത്തിൻ്റെ ഓട്ടയും കാണാം. അത്ര വലിയൊരു മരമാണ്. അപ്പം അതിനുള്ളിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റൂട്ടാ. നമ്മളവിടെ നിന്നിട്ട് നല്ലോണം ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുള്ളിൽ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വലിയൊരു മരം, അതിന് ഗ്യാപ്പും ഹോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊരു 500 വർഷം പഴക്കമുള്ള മരമാണെന്നാണ് പറഞ്ഞത്. അത്ര വലിപ്പമുണ്ട്. ഉള്ളുള്ളിൽ പൊത്തായിട്ട് മേലെ മാത്രം അതിന് ചില്ലുള്ളൂ കേട്ടോ. മരങ്ങൾ അതിൻ്റെ ഇലകളൊക്കെ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മേലെ മാത്രം ഇത്തിരി പടർപ്പേ ഉള്ളൂ. വലിയ പടർപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു അടിപൊളി ലുക്ക്. എങ്ങനെ നമ്മളതൊരു കാഴ്ച തന്നെ ഇട്ട കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എല്ലാവരും അത് കണ്ടൊക്കെ നമ്മൾ കുറേ ഒക്കെ കണ്ടൊക്കെ ആസ്വദിക്കും. കാര്യമായിട്ട് അവിടെ എല്ലാവരും വന്നു കണ്ട് ആ ഹോൾസിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോ പോസിങ്ങിനാണ് കേട്ടോ അവിടെ കാര്യമായിട്ട് വരുന്നത്. ഇത് നോക്കിയേ, അവിടുന്ന് ഇങ്ങോട്ട് അപ്പുറത്ത് കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെ വന്നിരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇപ്പുറത്ത് കൂടെ ഇറങ്ങുമ്പോഴും ഇവിടെ ഉണ്ട് വന്നിരിക്കാനുള്ള ഗ്യാപ്പ്. എത്ര കൊല്ലം പഴക്കണ്ടാവും? 500 കൊല്ലം പഴക്കമുണ്ട്. ഇതിൻ്റെ പേര് കൊള്ളുകയല്ലേ, പേര് കൊള്ളുന്ന ആൾക്കാരുടെ ഇതിൻ്റെ പറയുന്നത് ദൂരെയാണെന്ന് സിറ്റിയാണെന്ന പറഞ്ഞില്ലേ കാണിക്ക. ചൊറിഞ്ഞിട്ടൊക്കെ എടുത്തിട്ട് കിടക്കാൻ മേല, അത് മാറ്റി തന്നെ പറഞ്ഞ് ഇതിന് വട്ടം നടന്നാൽ മതി. അപ്പോൾ അത് മാറി കിട്ടും. അതേ അതിൻ്റെ കാലം മുതലുള്ള മരമൊക്കെ. പക്ഷെ മേലേക്ക് നിങ്ങൾ കയറിയിട്ട് കൊടുക്കണം. തൂങ്ങി കയറിക്കോട്ടെ. സ്റ്റെപ്പ് അങ്ങനെ കയറാൻ പറ്റും. കുത്തണ്ട, അങ്ങനെ 2 ഇതിലേക്ക് നിന്ന് കയറണം. അവിടെ ഇങ്ങനെ നിന്ന് ആ ഹോൾസിൻ്റെ ഉള്ളിൽ നിന്ന് പല രീതിയിലും ഫോട്ടോ എടുത്തിട്ടാ. പുറത്ത് നിന്ന് കണ്ട ആ മരത്തിൻ്റെ ഒപ്പം നിന്നിട്ടും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടാ. പുറത്ത് നിന്നിട്ടും ഉള്ളിൽ നിന്നിട്ടൊക്കെ ആ ഹോൾസിൻ്റെ ഉള്ളിൽ നിന്ന ഫോട്ടോ മാത്രമേ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ. ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് കയറാൻ നോക്കണം കേട്ടോ. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് കയറി പിന്നെ നമ്മൾ ആ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് കേട്ടോ. അങ്ങനെ ആ വഴിയിലൂടെയൊക്കെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു പോരുമ്പോൾ വീണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ അതിലൊക്കെ തന്നെയാണ് കേട്ടോ പോരുന്നത്. ആ ഭാഗത്തൂടെ തന്നെ പോരുന്നത്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോരുകയാണ്. എപ്പോൾ നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ പോയത് ഇഷ്ടം പോലെ മുതലായിട്ടോ. നമ്മൾ എത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ. ഞാൻ നിങ്ങളോട് ഫസ്റ്റിലേ പറഞ്ഞില്ല അതിനുള്ളിൽ പോയപ്പോൾ. അതിൻ്റെ മുമ്പ് ഞങ്ങളൊരു ദിവസം ടൂറ് പോലെ പോയിരുന്നു. അന്നൊന്നും ഇത്രക്കൊന്നും നമ്മൾ കണ്ടില്ലാന്ന്. ഇപ്പോൾ നമ്മൾ ഉഷാറായിട്ട് കണ്ട്. പിന്നെ അവിടെ ഒരു ഏറുമാടം പോലെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നു. കുറച്ച് നേരം സംസാരിച്ച് അവിടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ടിട്ട് കയറിയിരിക്കണേ. കുറേ ആൾക്കാരുണ്ട് അവിടെ കയറിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്നാലും നമുക്ക് അപ്പുറത്ത് വെള്ളച്ചാട്ടം കാണാൻ പറ്റും.